ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കൊല്ലം കണ്ടച്ചിറ സ്വദേശി ആന്റണി ആൽഫ്രഡിനെയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത യാത്രകളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ആൻ്റണിക്കും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആൻ്റണിയുടെ കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് അപ്പച്ചൻ അമ്മച്ചി, എനിക്ക് 2 അനിയന്മാരാണുള്ളത്. അപ്പച്ചൻ അമ്മച്ചി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, പ്രായമായി ഇരിക്കുന്നു. പിന്നെ അനിയന്മാർ, രണ്ടാമത്തെ ആള് അച്ഛനാണ്, ഫാദർ അലക്സാണ്ടർ. പിന്നെ മൂന്നാമത്തെ അനിയൻ സൗണ്ട് എഞ്ചിനീയറാണ്, ആഞ്ചലോസ് ആൽഫ്രഡ്. പിന്നെ വൈഫ്, എനിക്ക് 2 മക്കൾ. വൈഫിൻ്റെ പേര് റോജ, മക്കൾ അന്ന റോസ ആൻ്റണി, അനയ റോസ ആൻ്റണി. അവർ LKG UKG പഠിക്കുന്നു. ബാല്യകാലമൊക്കെ എവിടെയായിരുന്നു? ബാല്യകാലം ഞാൻ സ്കൂൾ പഠിച്ചത് എൻ്റെ ഇവിടെ തന്നെ, വീടിനടുത്ത് തന്നെ സെൻറ്റ് ആൻ്റണീസ് UPSലാണ് ഞാൻ പഠിച്ചത് 7ാം ക്ലാസ് വരെ. അതിനുശേഷം ഗവൺമെൻറ് സ്കൂൾ GHS മങ്ങാട് എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +2 അത് കഴിഞ്ഞുള്ള കുറച്ച് കാലങ്ങളൊക്കെ ഞാൻ കുറച്ച് നാൾ സെമിനാരിയിലായിരുന്നു. സെമിനാരി ലൈഫ് ഒരു 7 വർഷം ഞാൻ അവിടെ സെമിനാരി കപ്പുച്ചിൻ സഭയിലായിരുന്നു. അനിയൻ അച്ഛൻ്റെ സഭയിൽ തന്നെയായിരുന്നു. ദേവാലയ സംഗീതത്തിലൂടെ വളർന്ന് ഇന്ന് ഗായകനും സംഗീത സംവിധായകനും ഒക്കെ ആയിരിക്കുന്നത്, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ദേവാലയ സംഗീതം സത്യത്തിൽ ആരംഭിച്ചത്. കാര്യം കുഞ്ഞുനാൾ മുതലേ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയിലൊക്കെ അവസാനം കുറച്ച് സമയം പാട്ട് പാടാൻ വേണ്ടി മാത്രം മാറ്റി വെക്കും. ഞങ്ങൾ അനിയന്മാരും അമ്മച്ചി എല്ലാവരും. അപ്പോൾ ആ ഒരു അനുഭവം വളരെ വലുതായിരുന്നു അന്നത്തെ സമയത്ത്. പിന്നീടാണ് ഞാൻ പള്ളിയിലേക്ക് വന്നതും പള്ളിയിൽ പാടാനൊക്കെ തുടങ്ങിയതും. പിന്നെ ഒരുപാട് എൻ്റെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, FIH കോൺവെൻറ്റ് നമ്മൾ ഇവിടുത്തെ, അപ്പോൾ ആ സിസ്റ്റേഴ്സിൽ നമുക്ക് മറക്കാനാവാത്ത കുറേ പേരുണ്ട്. ആ സിസ്റ്റേഴ്സാണ് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നത് പാട്ടിലേക്ക്. അങ്ങനെ പള്ളിയിലാണ് പാടി തുടങ്ങുന്നത് ആദ്യം. കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് തോന്നുന്നു, എനിക്കൊന്നൊരു 3ാം ക്ലാസ് മുതൽ ഞാൻ പള്ളിയിൽ പാടി തുടങ്ങിയതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ സിസ്റ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നത് കപ്പൂച്ചിൻ സഭയാണ്. അവിടെയും മറക്കാനാവാത്ത ഒരുപാട് വൈദികർ എനിക്ക് താങ്ങാൻ തണലായിട്ട് ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ സെമിനാരിയിലല്ലെങ്കിൽ കൂടി ഇപ്പോഴും ഞാൻ കപ്പൂച്ചിൻ സഭയോട് ചേർന്ന് നിന്നാണ് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരോടൊപ്പം ചേർന്ന്. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയായിട്ട് ഞാൻ കാണുന്നുണ്ട്. സംഗീത സംവിധാനത്തിലോട്ട് വന്ന ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ദേവാലയത്തിൽ തന്നെ ഈ പാടാനായിട്ട് ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് മ്യൂസിഷ്യൻസ്മാർ വരുമല്ലോ നമുക്കവിടെ, കീബോർഡ് പ്ലേയിങ്. അപ്പം എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ അവരെ നോക്കി നിൽക്കുമായിരുന്നു, അവരെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്. അന്നേ ഭയങ്കര ആഗ്രഹമായിരുന്നു കീബോർഡിസ്റ്റ് ആവണം, കീബോർഡ് പ്ലേ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളിലൂടെയാണ് ഞാനിത് എൻ്റെ ഒരു കീബോർഡിലോട്ട് വന്നതും ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു കുറച്ചുകൂടെ ആഴത്തിലോട്ട് എത്താൻ സാധിച്ചതും. പിന്നെ സെമിനാരിയിൽ വെച്ച് അച്ഛന്മാർ പാട്ടുകളൊക്കെ എഴുതി, സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നമ്മൾ ഒരു കീബോർഡായിട്ടൊക്കെ നിൽക്കുമ്പോൾ, അങ്ങനെ അവിടെ വെച്ച് ഞാൻ പാട്ടുകൾ സംഗീതം ചെയ്യുമായിരുന്നു. പക്ഷേ അത് ആ ഒരു അവിടെ ഒതുങ്ങിപ്പോയി, പുറത്തോട്ട് എനിക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്നതിന് ശേഷം കൊല്ലം രൂപതയിലെ ഒരു ഫാദർ പ്രേം എഴുതിയ ഒരു മനോഹരമായൊരു വരികളുണ്ട് ദിവ്യകാരുണ്യത്തെപ്പറ്റി. ദൈവസ്നേഹം കൂദാശയായി നിത്യജീവൻ്റെ മന്നയായി മാറിയെന്നും പറഞ്ഞൊരു ഗാനം. അത് എനിക്കും ഒരുപാട്, അത് അതിന് പല മ്യൂസിക് കൊടുത്ത്. അപ്പോൾ ഞാൻ ഓരോ മ്യൂസിക് അച്ഛന് പാടി അയക്കുമ്പോഴും അച്ഛനും പറയും കുറച്ചുകൂടെ മനോഹരമാക്കാൻ പറ്റും, ആൻ്റണിക്ക് അത് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ദിവസം വെളുപ്പം കാലത്ത് 2 മണിക്ക് 3 മണിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ട്യൂൺ, അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൾക്കാർ ഒരുപാട് പേര് അത് ഏറ്റുപാടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു വലിയൊരു എക്സ്പീരിയൻസ്. ആ പാട്ട് എനിക്കും അത് ഓർക്കുമ്പോൾ വളരെ ഒരു സന്തോഷം തരുന്നൊരു. ദൈവസ്നേഹം കൂദാശയായി നിത്യജീവന്റെ അപ്പമായി മാറി. ദൈവസ്നേഹം കൂദാശയായി നിത്യജീവന്റെ അപ്പമായി മാറി. മുറിച്ചു നൽകി ജീവനേകുന്ന ദിവ്യകാരുണ്യമാണെൻ്റെ നാഥൻ. മുറിച്ചു നൽകി ജീവനേകുന്ന ദിവ്യകാരുണ്യമാണെൻ്റെ നാഥൻ. ദൈവസ്നേഹം കൂദാശയായി നിത്യജീവന്റെ അപ്പമായി മാറി. ഇന്നോളം എന്നെ നാഥ നിന്നോളമാരും സ്നേഹിച്ചില്ല. ഇന്നോളം എന്നെ നാഥ നിന്നോളമാരും സ്നേഹിച്ചില്ല. ഓർമ്മയായ എന്നിൽ നിറയുന്ന സ്നേഹം, കാൽവരിയിൽ ബലിയായ സ്നേഹം. ഓർമ്മയായ എന്നിൽ നിറയുന്ന സ്നേഹം, കാൽവരിയിൽ ബലിയായ സ്നേഹം. മുറിച്ചു നൽകി ജീവനേകുന്ന ദിവ്യകാരുണ്യമാണെൻ്റെ നാഥൻ. മുറിച്ചു നൽകി ജീവനേകുന്ന ദിവ്യകാരുണ്യമാണെൻ്റെ നാഥൻ. തുടർന്ന് എത്ര പാട്ടങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാൻ 100-ൽ കൂടുതൽ പാട്ടുകൾക്ക് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അനിയനച്ഛൻ ഇതിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിയനച്ഛൻ്റെ വരികൾക്ക് ഞാൻ സംഗീതം ചെയ്ത കുറേ പാട്ടുകളുണ്ട് അതിൽ ഞാൻ നമ്മൾ ഇന്നത്തെ ഇതിൽ ഞാൻ പാടുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ് അത്. അപ്പോൾ ആൻ്റണി എങ്ങനെയാണ് നവീകരണ രംഗത്തേക്ക് കടന്നു വന്നത്? എൻ്റെ ശുശ്രൂഷ അനുഭവം പങ്കുവെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആലപ്പുഴ തുമ്പോളി കപ്പുച്ചിൻ ആശ്രമത്തിലായിരുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛൻ, അവിടുത്തെ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ നമുക്കൊരു ധ്യാനമുണ്ട്. അത് ഞാൻ കൃത്യമായ സ്ഥലം ഓർക്കുന്നില്ല, അവിടെ അടുത്ത് തന്നെ ആശ്രമത്തിനടുത്ത് തന്നെ ഒരു ദേവാലയത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ബോബി അച്ഛനും കൂടെയാണ് ആദ്യമായിട്ട് ശുശ്രൂഷയിൽ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് അതാണ്. അതിനുശേഷം ആണ് പിന്നീട് ഞാനിപ്പം നമ്മുടെ കൊല്ലം പാതിരപ്പിയോ ധ്യാനകേന്ദ്രത്തിൽ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 കൊല്ലത്തിൽ കൂടുതലായി ഞാൻ അവിടെ ഗാന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പുച്ചിൻ അച്ഛന്മാരുടെ കൂടെ തന്നെയാണ് ഫാദർ ബേണി വർഗീസ് അച്ഛനാണ് അച്ഛൻ്റെ കൂടെയാണ് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത്. ബേണി അച്ഛൻ, പിന്നെ ഫാദർ ഫെലിക്സ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്, കുറേ പേരുണ്ട് അച്ഛന്മാർ, കപ്പുച്ചിൻ അച്ഛന്മാരാണ്. പിന്നെ നമ്മുടെ കൊല്ലം രൂപതയിൽ തന്നെ സ്ഥിരം ഞാൻ ഗാന ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കുരിപ്പുഴ സെൻറ്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം, പ്രാക്കുളം സെൻറ്റ് ആൻ്റണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട്, പിന്നെ ആശ്രാമം ദേവാലയം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു
7 വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ. ഫുൾ ടൈം ശുശ്രൂഷകനായിട്ട് തന്നെ ആണ് തോന്നുന്നത്. ഈശോ എന്നെ നടത്തുന്നു, അത് വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. ലാറ്റിൻ കുർബാനയുടെ സംഗീതത്തിൻ്റെ ഏകീകരണത്തിൻ്റെ ഭാഗമായി കൊല്ലം രൂപതയെ പ്രതിനിധീകരിച്ചത് ആൻ്റണി ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ? അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈശോ തന്ന ഒരു അവസരവും ഒരു അനുഭവമായിരുന്നു അത്. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, കൊല്ലം രൂപതയിലെ ഫാദർ ബൈജു ജൂലിയൻ. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കും അച്ഛനെ. കാര്യം എന്നെ അച്ഛനാണ് അയച്ചത് അതിനു വേണ്ടി. അപ്പോൾ ഒരുപാട് ഗ്രേറ്റ് മ്യൂസീഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബേണി ഇഗ്നേഷ്യസ് സാർ ഉണ്ടായിരുന്നു, OVR സാർ ഉണ്ടായിരുന്നു, പിന്നെ ജോൺസൺ മങ്ങഴ, ട്രിവാൻഡ്രത്ത് നിന്ന് ജോണി ചേട്ടൻ, അങ്ങനെ ഒരുപാട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അവരോട് ഇരിക്കാനും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ അന്ന് എഴുതിയ നോട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ സൂക്ഷിച്ചെന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഞാനതിന് അർഹനായിരിക്കുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാര്യം ഈശോയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ അതിനത് കാണുന്നത്. 4 രീതിയിൽ അന്ന് സംഗീതം ചെയ്തായിരുന്നു നമ്മുടെ ലാറ്റിൻ ദിവ്യബലി. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തുഷ്ടനാണ്. ഈശോയ്ക്ക് നന്ദി പറയുന്നു ആ ഒരു അവസരം കിട്ടിയതിന്. ആൻ്റണി, ശുശ്രൂഷകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഒരുപാട് പേരുടെ. എന്നാൽ ദൈവം വ്യക്തിപരമായി ആൻ്റണിയുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? ചോദ്യത്തിൽ എനിക്ക് 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാനുഭവം, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, എൻ്റെ ഇടവക ദേവാലയത്തിൽ ഫുൾ ഡേ ഈശോ എഴുന്നള്ളിച്ചു ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പോകാതെ അവിടെ ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ ധൂപക്കുറ്റി വീശി ഇങ്ങനെ ഈശോയുടെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ സമയം പോയെന്ന് അന്ന് ഭയങ്കര തീക്ഷ്ണതയിൽ ഇങ്ങനെ ഓൾട്ടറിൽ കയറണം, ആൾത്താര ബാലനായിട്ട് ഇങ്ങനെ അന്ന് ഒരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺവെൻറ്റിൽ നിന്നൊരു സിസ്റ്റർ വന്നാണ് എന്നെ വിളിച്ചിട്ട് മോൻ പോയില്ലയോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ കോൺവെൻറ്റിലെ അവിടുത്തെ കണ്ടച്ചിറയിലെ കോൺവെൻറ്റിലെ സിസ്റ്റർ വിളിച്ച് എനിക്ക് കോൺവെൻറ്റിൽ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് തന്ന് പിന്നെയും ഞാൻ തിരിച്ചു വന്നിരുന്നു ധൂപക്കുറ്റി ഈശോ എടുത്തിരുന്ന്. ഒരുപക്ഷെ ഞാൻ അന്ന് ആ സമയത്ത് ചെയ്ത ആ ഒരു കാര്യമൊക്കെ ആയിരിക്കാം എനിക്ക് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന നന്മയും ഈശോയുടെ കരുതലും ഒക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ എന്നും ഈശോയോട് നന്ദി പറയേണ്ട മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ പേര് ആൽഫ്രഡ് എന്നാണ്, നാട്ടിൽ അറിയപ്പെടുന്നത് ചെല്ലച്ചൻ എന്നാണ്. പിന്നെ അമ്മ തങ്കമ്മ, പേര് തങ്കമ്മ എന്നാണ്. അപ്പോൾ ആ അപ്പച്ചന് ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ശുശ്രൂഷയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ട്രോക്ക് വന്ന ഒരു സൈഡ് തളർന്നു പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിഭയങ്കരമായിട്ട് വിഷമിച്ച് അന്നും എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഡാനി അച്ഛനെ ഞാൻ അന്ന് നന്ദിയോട് ഓർക്കുന്നു. ഫാദർ ഡാനി അച്ഛൻ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ അന്ന് ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തൊരു അച്ഛനാണ്. എൻ്റെ ഇടവകക്കാരൻ തന്നെയാണ്, കപ്പുച്ചിൻ സഭയിലെ അച്ഛനാണ് ഡാനി അച്ഛൻ. അപ്പോൾ അച്ഛനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു ഭാഗം തളർന്നു പോയി. അപ്പം നമുക്കിനി കിട്ടത്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം അമ്മച്ചിയുടെ അടുത്തും അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി, അമ്മ ഇനി നമുക്ക് അച്ചായിയായിട്ട് നമുക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം അത്രയും കാര്യം ഈ വയറെല്ലാം വീർത്തു, ശ്വാസം മുട്ടി, ട്യൂബൊക്കെ ഇട്ട് ട്യൂബിലൂടെയാണ് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ്. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇനി ചെയ്യാനില്ല, ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നും അത് ഓർക്കുന്നുണ്ട്. ഞാൻ ആ മെഡിക്കൽ കോളേജിൽ അപ്പച്ചൻ കിടന്ന കട്ടിലിൻ്റെ താഴെയായിരുന്നു ഞാൻ കിടന്നത്. ആ താഴെ പാവിരിച്ച് കിടന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ജപമാല എടുത്ത് 2 ജപമാല ഞാൻ ചൊല്ലിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കരഞ്ഞുകൊണ്ട് ജപമാല മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ചായ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഞങ്ങളോടൊപ്പം വേണം. കാര്യം
ഒരുപാട് കാര്യങ്ങൾ ഇനി അച്ചായിക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾ അച്ഛ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നല്ല കാലങ്ങളൊക്കെ ഇനി അച്ചായി കാണാനുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഈശോയുടെ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ പ്രാർത്ഥനാ അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് ജീവിതത്തിൽ എനിക്കറിയാം. ഞാൻ അത് പ്രാർത്ഥിച്ചാൽ, ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈശോ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു 100%. അപ്പോൾ ഇവിടുന്ന് അച്ഛൻ അന്ത്യകൂദാശ വരെ കിട്ടിയ ആളാണ് അപ്പച്ചൻ. അപ്പോൾ ഇവിടുന്ന് അച്ഛന്മാർ അവിടെ അച്ഛൻ കാണാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ച് അന്ന് തന്നെ മരിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ആംബുലൻസിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകാരും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ വീട്ടിൽ മുതിർന്നതായതുകൊണ്ട് എന്നെ വിളിച്ചാണ് ഡോക്ടർമാർ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞത്, മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ശുശ്രൂഷ പോലെ നിങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെ എങ്ങനെ നിങ്ങൾ പരിചരിക്കുന്നു അതിനനുസരിച്ചിരിക്കും പുള്ളി തിരിച്ചു വരുന്നത് എന്ന്. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ വന്ന അമ്മച്ചിയുടെ അടുത്തും അനിയന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞു, നമ്മൾ അച്ചായെ നോക്കുന്നത് പോലിരിക്കും നമ്മളോട് തിരിച്ചു വരുന്ന അവർ മനസ്സിലാക്കി. അപ്പം അന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അച്ചായിക്ക് അറിയാവുന്ന കുറേ പഴയ നാടക ഗാനങ്ങളൊക്കെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഈശോയുടെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാടിത്തന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഈ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെവിയിൽ ചെന്ന് അച്ചായുടെ ചെവിയിൽ ഈ പാട്ട് പാടി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാളെ പറ്റി അറിയാമല്ലോ, ബോധമില്ലാതെ കിടക്കുന്നത്. അപ്പം ഞാനിത് പാട്ട് പാടി കേൾക്കുമ്പം അച്ഛ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന കണക്കെ എനിക്ക് തോന്നി, പ്രതികരിക്കുന്ന കണക്കൊക്കെ തോന്നി. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി, ഇടയ്ക്ക് പാടിക്കൊടുക്കും. പിന്നെ അച്ഛ ഇങ്ങനെ അങ്ങനെ ഒരു ഇപ്പം 9 വർഷമായി ഞങ്ങളുടെ കൂടെ അപ്പച്ചൻ ഇപ്പോഴും ഉണ്ട്. നടക്കാൻ തുടങ്ങി, തനിയെ ഫുഡ് കഴിക്കും, എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ്റെ തന്നെ ചെയ്യും. അതൊരു ഈശോയുടെ ഒരു വലിയൊരു എന്താ പറയുക, അനുഗ്രഹവും കൃപയാണത്. എൻ്റെ ഒരു വലിയൊരു ദൈവാനുഭവമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് കണ്ടച്ചിറ പ്രദേശത്തിലെ സെൻറ്റ് തോമസ് ഇടവക പാരിഷിലാണ്. ഞാൻ ഫാദർ ജോൺ പോൾ, ഒരു കപ്പുച്ചൻ വൈദികനാണ്. ഞാനാണ് ഇവിടുത്തെ ഇടവക വികാരി. ഞങ്ങളുടെ ഇടവകയിലെ ഒരു മകനാണ് ആൻ്റണി. ആൻ്റണിയുടെ ഗാനാലാപനങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമേറിയതാണ്. വളരെ ഇമ്പത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിയാണ് ആൻ്റണി. ആൻ്റണി എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ധ്യാനകേന്ദ്രത്തിലും സെമിനാരിയിലുമൊക്കെ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ഈ സഹോദരൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമേറിയ ഗാനങ്ങളും ഈശോയുടെ അടുത്തിരുന്ന് പാടുന്ന ഒരു ഗായകനായിട്ടാണ് എനിക്ക് ആൻ്റണിയെ വ്യക്തിപരമായിട്ട് അനുഭവം ഉള്ളത്. ആദ്യമായി നാവിൽ സ്വീകരിപ്പാനായി എത്ര ഞാൻ കൊതിച്ചു നിന്നു, നിത്യം നിനക്കായി ഞാൻ ഒരുങ്ങി നിന്നു. ആദ്യമായി നാവിൽ സ്വീകരിപ്പാനായി എത്ര ഞാൻ കൊതിച്ചു നിന്നു, നിത്യം നിനക്കായി ഞാൻ ഒരുങ്ങി നിന്നു. അപ്പനാമേശുനാഥൻ അപ്പമായി മാറിയിന്ന് നാവിൽ അലിഞ്ഞു ചേർന്നു. അപ്പനാമേശുനാഥൻ അപ്പമായി മാറിയിന്ന് നാവിൽ അലിഞ്ഞു ചേർന്നു. നിത്യജീവന്റെ കൂദാശയ എന്നിൽ നിറഞ്ഞിടൂ
ജീവൻ പകർന്നിടൂ, നിത്യമെന്നെ കാത്തിടൂ, ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന. ഓ നല്ല ദൈവമേ ആരാധന. അച്ഛാ, ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. റോജയുടെയും ആൻ്റണിയുടെയും 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അച്ഛനും കൂടെ ഉള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒപ്പം ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആൻ്റണിയുടെ ശുശ്രൂഷകളെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് പറയാമോ? മനസ്സ് നിറഞ്ഞ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ സന്തോഷത്തോടു കൂടിയാണ് കുടുംബമായിട്ട് പങ്കെടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ചേട്ടൻ്റെ വിവാഹ വാർഷിക ദിവസമാണ്. 7 വർഷം തികയാണ്. അപ്പോൾ ഈ ഒരു സുദിനത്തിൽ കുടുംബത്തോടു കൂടി ആയിരിക്കുവാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ 5 പേരാണ്. അപ്പച്ചന്, അമ്മച്ചിയും, ആൻ്റണി ചേട്ടൻ, എനിക്കൊരു അനിയൻ ആഞ്ചലോസ് ഉണ്ട്, പിന്നെ ചേട്ടൻ്റെ വൈഫ്, 2 കുഞ്ഞു മക്കൾ, ചേട്ടത്തിൻ്റെ അമ്മ. ഇങ്ങനെ ഈ കുടുംബമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകണം. ചേട്ടൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ പേര് പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആൻ്റണിയുടെ പേര് പറഞ്ഞാലേ എന്നെ അറിയത്തുള്ളൂ. കാരണം കൊല്ലം രൂപതയിൽ ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ശുശ്രൂഷകൾ ചെയ്തിരിക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ ഏത് വൈദികരോടായാലും ദേവാലയങ്ങളിൽ ചെന്നാലും ആൻ്റണി എന്ന പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സുപരിചിതം. ഒരുപാട് പാട്ടുകൾ പാടാനും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. പോകാത്ത ദേവാലയങ്ങളില്ല. അതിൻ്റെ ഒരു വലിയ കൃപ കുടുംബത്തിലുണ്ട്. അനേകം ദേവാലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിലുണ്ട്. അതിൻ്റെ പിന്നിൽ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ശക്തമായ പ്രാർത്ഥനയുടെ ബലമാണ്. ഈ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് 3 പേരെയും ഒരുമിച്ച് കൊണ്ടുപോയതിൻ്റെ ഫലമാണ് ഞാൻ വൈദിക ജീവിതത്തിലേക്കും വന്നത്. ചേട്ടൻ ശുശ്രൂഷ മേഖലയിലേക്കായാലും അങ്ങനെ 3 പേരും ദേവാലയങ്ങളോട് ചേർന്ന് തന്നെ ആയിരിക്കും എപ്പോഴും. അത് തന്നെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. ആൻ്റണി എന്ന ചേട്ടന് പേര് വരാനായിട്ട് ഒരു പിന്നിൽ വലിയ കാരണമുണ്ട്. അത് അമ്മ എന്നോട് പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ ഇപ്രകാരമാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടായി, ആശുപത്രി ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ഈ കുഞ്ഞിന് പെട്ടെന്ന് കളയണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാകും. അമ്മ അവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അത് ചെയ്തില്ല. വീട്ടിൽ വന്ന് വിശുദ്ധ അന്തോണീസുണ്ണിയാളിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് മറ്റൊരാശുപത്രിയിൽ പോകുന്നു. അവിടെ പോയി ഡോക്ടറിനെ കാണുന്നു. ആ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ പരിശ്രമിച്ച് മരുന്നുകൾ കഴിച്ച് ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആൻ്റണി എന്ന് പറഞ്ഞതുപോലെ പേര് കിട്ടുകയാണ്. ഒരുപക്ഷെ അന്നൊരു പ്രയത്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ ദേവാലയങ്ങളിൽ പോയി പാടുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഒരു വ്യക്തിയില്ല. അത് ആണ് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതിന് കാരണമായി മാറിയ അമ്മയാണ്. അമ്മയുടെ ഒരു പരിശ്രമം. ഒരുപക്ഷെ ഈ ലോകത്ത് ഒരുപാട് അമ്മമാർ ഇങ്ങനെ ഒരു പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അവർ വലിയ അനുഗ്രഹങ്ങളായി മാറുന്ന ഈ ലോകത്ത് ശുശ്രൂഷ ചെയ്യുവാനായാലും ദേവാലയങ്ങൾക്കായാലും സഭയ്ക്കായാലും വലിയ അനുഗ്രഹമായി മാറുന്ന മക്കളായി മാറ്റുവാൻ സാധിക്കും. അങ്ങനെയുള്ള അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ആൻ്റണി എന്ന പേര് തന്നെ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലോടുകൂടി ഉണ്ടായൊരു പേരാണ്. നിൻ പാതേ നടക്കാനും നിൻ കരം പിടിക്കാനും, നിൻ പാതേ നടക്കാനും നിൻ കരം പിടിക്കാനും വൻകൃപ നൽകണേ നല്ല ദൈവമേ, നിത്യമെന്നെ കാക്കണേ തമ്പുരാനേ. വൻകൃപ നൽകണേ നല്ല ദൈവമേ, നിത്യമെന്നെ കാക്കണേ തമ്പുരാനേ. നല്ലവനാം ദൈവമേ നന്മരൂപനേ, നന്ദിയോടെ പാടുമീ പാട്ടു കേൾക്കണേ. നല്ലവനാം ദൈവമേ നന്മരൂപനേ, നൃത്തമാടി പാടി ഞങ്ങൾ ആരാധിക്കുന്നേ. കണ്ണീർ പൊഴിക്കട്ടെ കരകവിഞ്ഞൊഴുകട്ടെ
നാവുകൾ ഉയരട്ടെ നാഥനെ വാഴ്ത്തട്ടെ, കണ്ണീർ പൊഴിക്കട്ടെ കരകവിഞ്ഞൊഴുകട്ടെ. നാവുകൾ ഉയരട്ടെ നാഥനെ വാഴ്ത്തട്ടെ, മനമുരുകി ദൈവത്തിനു നന്ദിയേകിടാം. ഹല്ലേലൂയ ആർത്തുപാടി ആരാധിച്ചിടാം. മനമുരുകി ദൈവത്തിനു നന്ദിയേകിടാം. ഹല്ലേലൂയ ആർത്തുപാടി ആരാധിച്ചിടാം. നല്ലവനാം ദൈവമേ നന്മരൂപനേ, നന്ദിയോടെ പാടുമീ പാട്ടു കേൾക്കണേ. നല്ലവനാം ദൈവമേ നന്മരൂപനേ, നൃത്തമാടി പാടി ഞങ്ങൾ ആരാധിക്കുന്നേ. വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാൻ സാധിച്ചതിൽ, അതിനേക്കാൾ ഉപരി ആൻ്റണി സൂചിപ്പിച്ചതുപോലെ ചെറിയ കാലങ്ങളിൽ പ്രാർത്ഥനയിൽ പാട്ടുപാടാൻ തന്നെ കുറച്ച് സമയം, ദൈവത്തിനെ സ്തുതിക്കാൻ പാട്ടുപാടാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി എത്രമാത്രം ഇവരെ ദൈവാനുഗ്രഹത്തിൽ വളർത്തിയെടുത്തു. അതുകൊണ്ട് തന്നെ മക്കൾ ഇന്ന് ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുന്നു. ദൈവത്തിന് പരമപ്രധാനമായൊരു സ്ഥാനം നൽകുന്ന വീടിനെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചുവെന്ന് നിങ്ങളെ ഓരോരുത്തരിലൂടെയും കാണാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവം കൊടുത്ത താലന്തുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആൻ്റണിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എത്ര വലുതാണെന്ന് നാം ആൻ്റണിയുടെ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.